ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് അമ്പലങ്ങളിലെ വർഷങ്ങളിൽ നടത്തുന്ന ഉത്സവത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. വർഷത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവം എന്നൊരു ചടങ്ങ് നിലവിലുണ്ട്. എന്നാൽ കലാപരിപാടികൾ മത്സരിച്ച് നടത്താനും ക്ഷേത്ര കമ്മിറ്റിയുടെ പദവിയും പണവും ആഢ്യത്വവുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുമുള്ള ഒരു ഏർപ്പാടാണ് ഉത്സവമെന്നാണ് ഭക്തർ പോലും ധരിച്ചു വച്ചിരിക്കുന്നത്. ക്ഷേത്ര ചൈതന്യ വർധനയ്ക്കുള്ള ആവശ്യ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഉത്സവം. ഉത്സവം എന്ന വാക്കിന് അർത്ഥം തന്നെ മേൽപോട്ടുള്ള പ്രവാഹമെന്നാണ്. അതായത് വർഷത്തിലൊരിക്കൽ ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കണമെന്ന് സാരം. എന്നാൽ പൊതുവായി ഒരു ചോദ്യം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നിത്യവും പൂജാകർമ്മങ്ങൾ നടക്കുന്ന ശരിയായ പ്രതിഷ്ഠ നിർവഹിച്ചിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്ര ചൈതന്യത്തിന് കുറവ് സംഭവിച്ചാലല്ലേ വർദ്ധിപ്പിക്കേണ്ടതുള്ളൂ എന്നാണ് ആ ചോദ്യം. പക്ഷേ ഭക്തർ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾ കാരണവും പൂജാരിയുടെ അശ്രദ്ധ കൊണ്ടും ചൈതന്യത്തിന് ക്ഷതം സംഭവിക്കാമെന്നാണ് ഇതിനുത്തരം. ഈ കുറവ് പരിഹരിക്കാനാണ് ഉത്സവം എന്ന ചടങ്ങ് നടത്തണമെന്ന് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിലാകട്ടെ ഉത്സവം നടത്താനായി വിധിക്കപ്പെട്ടിട്ടുള്ളത് കുംഭം, മീനം മാസങ്ങളും മേടമാസത്തിലെ 10-ാം തീയതി വരെയുമാണ്. ആ കാലയളവിൽ അതിശക്തമായ ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. ഈ സമയത്ത് രാത്രികാലങ്ങളിൽ ഉത്സവത്തിനിടയിലെ കലാപരിപാടികളായ തെയ്യം, തിറ, കഥകളി, കൂടിയാട്ടം ഇവ ആസ്വദിക്കാനായി തുറന്ന സ്ഥലങ്ങളിൽ എത്തുന്നവരെ ചൂടുകൊണ്ടുള്ള രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കൊയ്ത്ത് കഴിഞ്ഞ ക്ഷേത്രത്തോട് ചേർന്ന വയലുകളിലാണ് കലാപരിപാടികൾ നടത്തിയിരുന്നതെന്നും ശ്രദ്ധേയമാണ്. ഇതാണ് അമ്പലങ്ങളിൽ വർഷാവർഷം നടത്തിവരുന്ന ഉത്സവത്തിന്റെ സവിശേഷതകൾ. താങ്ക് യു.